വൈറ്റ് ഹൗസ് ഇസ്രായേലും ഇറാനുമായി ഇപ്പോൾ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രധാനപ്പെട്ട അവകാശവാദം എന്ന് പറയുന്നത് ഇറാന്റെ സമ്പൂർണ്ണമായി ഞങ്ങൾ നിരായുധീകരിച്ചു എന്നുള്ളതാണ്. അതായത് ആണവ നിരായുധീകരണമാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. ഇനി ഇറാന് ഒരു ആണവ ശക്തിയായി വളരണമെങ്കിൽ അതിന് ഒരുപാട് പണിപ്പെടേണ്ടി വരുമെന്നാണ് അമേരിക്ക അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നത് ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഇറാനിൽ ഇപ്പോഴും ആണവ നിലയങ്ങൾ പ്രവർത്തനക്ഷമമാണ് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്ക ഭയന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിനിർത്തലിലെത്തിയപ്പോൾ ഇറാന്റെ 400 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ മനസ്സിലായിട്ടില്ല. എന്നാൽ ഇപ്പോഴാണ് അവരത് കണ്ടുപിടിക്കുന്നത്. ഈ 400 കിലോ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയാണെന്ന് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇപ്പോഴും അറിയില്ല എന്നുള്ളത് അവർക്കുള്ളിലെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അമേരിക്കയുടെ ആശങ്ക വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം 10 ആറ്റം ബോംബുകൾ നിർമ്മിക്കാൻ ഇത്രയും യുറേനിയം മതി എന്നുള്ളത് കൊണ്ടാണ്. ഇറാനിലെ 3 ആണവ സമുച്ചയങ്ങളായിട്ടുള്ള ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെ 6 ബങ്കർ ബസ്റ്റർ ബോംബുകൾ US വർഷിച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. എന്നാൽ ഈ 3 ആണവ സമുച്ചയങ്ങളുടെയും സമ്പുഷ്ടമായ യുറേനിയത്തിൻ്റെ 60% ഇറാൻ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അവിടെ നിന്ന് കാണാനില്ലായിരുന്നു. ഇപ്പോൾ അത് 90% ശുദ്ധീകരിക്കാൻ കുറച്ച് സമയമെടുക്കും. യുറേനിയം ആ നിലയിലേക്ക് ശുദ്ധീകരിച്ചാൽ 10 ആറ്റം ബോംബുകൾ നിർമ്മിക്കാനായി സാധിക്കുമെന്നാണ് നിലവിൽ അമേരിക്കയുടെ വിലയിരുത്തൽ. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാൻ ഈ യുറേനിയം ശക്തമായ ഒരു ലിവറേജായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതായി അമേരിക്ക വിലയിരുത്തുന്നുണ്ട്. ഇറാൻ തങ്ങളുടെ യുറേനിയം ശേഖരം അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയതായും US എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കുമെന്ന ഉറച്ച അനുമാനം സൃഷ്ടിച്ചതായും അവർ പറയുന്നു. ഇസ്രായേലും ഈ കണക്കുകൂട്ടൽ തള്ളിക്കളയുന്നില്ല. ഇസ്രായേലും ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം വീണ്ടും തുടർന്നേക്കാനുള്ള സാധ്യത ഇവിടെ തുടങ്ങുകയാണ് എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇറാനുമായി അമേരിക്ക യുദ്ധത്തിനില്ലെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കി. എന്നാൽ ഇറാന്റെ ആണവ ബോംബ് നിർമ്മിക്കാനുള്ള ആഗ്രഹത്തെ ശക്തമായി എതിർക്കുന്നു. ഇതോടൊപ്പം ഇറാനിയൻ അധികാരികൾക്കെതിരെയാണ് ഞങ്ങൾ പോരാടുന്നത്, ജനങ്ങൾക്കെതിരെയല്ല എന്ന് JD വാൻസ് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇറാൻ്റെ ആണവ പദ്ധതി നിഗൂഢത നിറഞ്ഞതാണ് എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്. ഇപ്പോഴും ഇറാൻ അവരുടെ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് എന്ന രഹസ്യ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അവരുടെ യുറേനിയം ഇപ്പോഴും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് അവർ മാറ്റിയിട്ടുണ്ട് എന്ന ആശങ്ക ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പിരിമുറുക്കം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.